നമസ്കാരം, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഫിഫ വേൾഡ് കപ്പ് 2026 പ്രിവ്യൂ ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫിഫ വേൾഡ് കപ്പ് നീണ്ട 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മൾ ഫാൻസ് എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു മാമാങ്കത്തെ വരവേൽക്കുന്നത്. കാരണം ഫിഫ വേൾഡ് കപ്പിന് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. ഫുട്ബോൾ ഫാൻസിനെ എല്ലാവരെയും ഒന്ന് യുണൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതിപ്പോൾ ക്ലബ് ഫുട്ബോൾ ഫോളോ ചെയ്യാത്ത ഒത്തിരി ന്യൂട്രൽ ആൾക്കാരുണ്ട്, നോർമൽ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഇവരെല്ലാവരും ഫിഫ വേൾഡ് കപ്പിനാണ് കാത്തിരിക്കുന്നത്. ഇപ്പം പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുള്ള ഒത്തിരി ആൾക്കാർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ക്ലബ്ബ് ഫുട്ബോളൊന്നും അങ്ങനെ അധികം ഫോളോ ചെയ്യാറില്ല, പക്ഷേ ഫിഫ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണും എന്നുള്ളതാണ്. അപ്പം ഫിഫ വേൾഡ് കപ്പിന് ആ ഒരു എന്താ പറയുക എന്തൂസിയാസം എല്ലാ ആൾക്കാരിലേക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് റിക്വസ്റ്റ് ഉണ്ട്, ഒരു ഫേവർ വേണം. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോയിലോട്ട് പോകാം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് 7 ടീംസ് ടു വിൻ ദ വേൾഡ് കപ്പ്. ഇതിപ്പം ഡ്രാഫ്റ്റിംഗ് സ്പോർട്സ് ബുക്കിന്റെ ഓഡ്സ് ടു വിൻ ദ 2026 ഫിഫ വേൾഡ് കപ്പിന്റെ റാങ്കിങ് ആണ്. ഓക്കെ, ഫസ്റ്റ് കംസ് സ്പെയിൻ, ഫ്രാൻസ് ഇൻ സെക്കൻഡ് പൊസിഷൻ, ഇംഗ്ലണ്ട് തേർഡ് പൊസിഷൻ, പോർച്ചുഗൽ ഫോർത്ത്, ബ്രസീൽ ഫിഫ്ത്ത്, അർജന്റീന സിക്സ്ത് ആൻഡ് ജർമ്മനി ഇൻ 7th പൊസിഷൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ 7 ടീമുകൾ, അവരുടെ പ്ലെയേഴ്സ്, അവരുടെ സാധ്യതകളെ കുറിച്ചിട്ടാണ്. ടീം നമ്പർ 1 സ്പെയിൻ. ഈ വേൾഡ് കപ്പിലെ ബുക്കീസിൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ടീമാണ് സ്പെയിൻ. സ്പെയിനെ കുറിച്ചിട്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല. വൺ ഓഫ് ദി ബെസ്റ്റ് ടീംസ് ഓഫ് ദി വേൾഡ് കപ്പ്. ഈ അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് പോകുന്നൊരു ടീമാണ്, ഒരു ബാലൻസ് ടീമാണ്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് അവർ യുഎഫ നേഷൻസ് ലീഗ്, ദാറ്റ് വാസ് ഇൻ 2023. പിന്നെ അതിനുശേഷം യുഎഫ യൂറോപ്യൻ ചാമ്പ്യൻസ് യൂറോപ്പ കപ്പ് അടിച്ചിട്ടുള്ള ടീമാണ് 2024. അപ്പം റീസെൻറ്റ് ഹിസ്റ്ററി തന്നെ അവർക്ക് ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്തിട്ടുള്ള ഒരു ടീമാണ്. അപ്പം ഈ ടീം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് ഉള്ളൊരു പെർഫോമൻസോട് കൂടിയിട്ടാണ് ഈ ഒരു സീസൺ അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് കപ്പിനെ സമീപിക്കും. നമുക്ക് സ്പെയിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് ഒന്ന് പോകാം. ഫ്രണ്ടിൽ നിക്കോ വില്യംസ്, ഓരസ്ബാൽ, ലമീൻ യമാൽ, പിന്നെ മിഡ്ഫീൽഡിൽ പെഡ്രി, റോഡ്രി, ഫാബിയൻ റൂയിസ്, പിന്നെ ബാക്കിൽ കുക്കുറല, ലപ്പോട്ടെ, കുബാർസി, ലോറൻറ്റെ, പിന്നെ ഗോൾ കീപ്പർ സിമോൺ. അപ്പം ഈ ഒരു ടീമിനെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉള്ള ഒരു പ്ലെയറാണ് പെഡ്രി. സോ പെഡ്രി നയിക്കുന്ന മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ്. പിന്നെ റോഡ്രിയുടെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ റോഡ്രി ആ ഒരു പരിക്ക് കഴിഞ്ഞിട്ട് ലൈക്ക് ആ ഒരു ടോപ്പ് ഫോം വീണ്ടെടുക്കാത്തൊരവസ്ഥയാണ്. പിന്നെ ഫാബിയൻ റൂയിസ് ആണെങ്കിൽ PSG വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ യൂറോപ്യൻ കപ്പ് അടിച്ചിട്ടുള്ള ഒരു ഇതാണ്, ചാമ്പ്യൻസ് ലീഗ് അടിച്ചതിൻ്റെ ഒരു ഫോമിലും വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പ്രോപ്പറായിട്ടുള്ളൊരു മിഡ്ഫീൽഡും അവർക്കുണ്ട്. പിന്നെ ഡിഫൻസ് ആണ് ആക്ച്വലി ഒരു ചെറിയൊരു പ്രോബ്ലം ആയിട്ടുള്ളത്. ഇപ്പം ലപ്പോർട്ടയും പിന്നെ കുബാർസിയും ഇവർ രണ്ടുപേരും അവരുടെ ഒരു എന്താ പറയുക ഡിഫൻസീവ് സ്റ്റേച്ചർ നോക്കിക്കഴിഞ്ഞിരുന്നാൽ ലൈക്ക് ഒരു വേൾഡ് ക്ലാസ് എന്ന് പറയാൻ പറ്റത്തില്ല. ലൈക്ക് ദേ ആർ ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് അത്രേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരു ടോപ്പ് ക്ലാസ് എന്നുള്ള നിലയ്ക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ രണ്ട് സൈഡിൽ ഇപ്പോൾ കുക്കുറെ ആണെങ്കിലും ഓക്കെ, ഹി വാസ് ഹാവിങ് എ ഓക്കെ സീസൺ. പിന്നെ അതിനുശേഷം ലോറൻറ്റെ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീസൺ ഇപ്പം അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്. ഇതിനകത്ത് മെയിൻ ഇഷ്യൂ വരാൻ പോകുന്നത് വെച്ചാൽ സിമോൺ, അവരുടെ ഗോൾ കീപ്പറിൻ്റെ ഒരു പ്രോബ്ലം വരും. കാരണം എന്ന് വെച്ചാൽ ഈ സീസൺ സിമോൺ നിറം മങ്ങിയിട്ടാണ് ക്ലബ് ഇതിൽ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതിനകത്ത് എടുത്തു പറയാനായിട്ടുള്ള ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ റയ തന്നെയാണ്. റയ ഡെഫിനറ്റ്ലി എന്താ പറയുക ആർസണലിൻ്റെ കപ്പടിക്കാനായിട്ട് ഈ സീസണിൽ ചാമ്പ്യൻസ് ആക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള 2 പ്ലെയേഴ്സിൽ ഒരാൾ ഡേവിഡ് റയ തന്നെയാണ്. അപ്പം റയ ഗോൾ കീപ്പറായിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും അവരുടെ കോച്ചിൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് സിമോൺ. അപ്പോൾ സിമോണ് ആ ഒരു ചാൻസ് പോകാനായിട്ടുള്ളൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് എന്താ പറയുക ഇപ്പം ബുക്കീസിൻ്റെ ഫേവററ്റ് ആണെങ്കിൽ പോലും ഇത് കുറച്ച് എന്തോ നമുക്കത് കാണുമ്പോൾ തന്നെ ആ ഒരു സ്റ്റാർട്ടിങ് ലൈനപ്പ് കാണുമ്പോൾ തന്നെ എവിടെയൊക്കെയോ ചെറിയ പോരായ്മകൾ എടുത്തറിയുന്നുണ്ട്. അവരുടെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാത്തതാണ്. ഇപ്പോൾ ഇതിന് മുമ്പത്തുള്ള വർഷങ്ങളൊക്കെ നമ്മളിപ്പോൾ ടോറസിനെ പോലത്തേക്കുള്ള ഒരു പ്രോപ്പർ ലീത്തൽ സ്ട്രൈക്കർ, ഒരു നമ്പർ 9 ഒക്കെ ഉണ്ടായിരുന്ന ഒരു ടീമിൽ നിന്നും പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു മികച്ചൊരു സ്ട്രൈക്കർ ഇല്ല. അപ്പോൾ സ്പെയിൻ്റെ ടീം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിരുന്നാൽ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, ഈ ഒരു ടീമിന് വിജയിക്കാനായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടോ എന്നുള്ളത് കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ടീം നമ്പർ 2 ഫ്രാൻസ്. ഇപ്പോഴത്തെ കറണ്ട് ഫുട്ബോൾ വേൾഡിൽ എന്താ പറയുക ഏറ്റവും ഫോമിൽ നിൽക്കുന്ന ടീം. കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും ഫൈനലിലെത്തി. അതിന് 2018 വേൾഡ് കപ്പിൽ കപ്പടിച്ചു. ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൽ
പെനൽറ്റി ഷൂട്ട് ഔട്ടിലാണ് അവർ പോയത്. അതുവരയ്ക്കും മികച്ച കളികൾ കളിച്ച് നല്ല രീതിയിലാണ് ഫൈനലിൽ എത്തിയിട്ടുള്ളത്. സോ ഫ്രാൻസ് ടീം എന്ന് പറഞ്ഞാൽ ലൈക്ക് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഒരു ടീം തന്നെയായിരിക്കും. ഞാൻ പ്രഡിക്ഷൻ ലാസ്റ്റ് പറയാം. പക്ഷെ എന്താ പറയുക, ഈ ടീമിൻ്റെ ഫുൾ ബാലൻസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലാണ് അതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ട ഒരു പോരായ്മയൊന്നും അങ്ങനെ വലിയ രീതിയിൽ കാണപ്പെടാത്തൊരു ടീമാണ്. സോ എന്താ പറയുക, ഈ ടീമിനെ കുറിച്ചിട്ട് എടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഡെപ്ത് ഉള്ള ടീം. ഓരോ പൊസിഷനിൽ കളിക്കാനായിട്ടാണെങ്കിലും ഒരു എന്താ പറയുക 1-2 ബെസ്റ്റ് പ്ലേയേഴ്സ് കാണും. ആ ബെഞ്ചിലിരിക്കുന്ന ടീമിനെ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു വേൾഡ് കപ്പ് കളിപ്പിക്കാനായിട്ട് പറ്റുന്ന അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു ടീമാണ് ആൻഡ് ഡെപ്തും ഉള്ള ഒരു ടീമാണ് ഫ്രാൻസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് പറഞ്ഞാൽ ഫ്രാൻസിന്റെ ഒട്ടുമിക്ക പ്ലെയേഴ്സും ഈ വേൾഡ് കപ്പിനെ വരുന്നതെന്ന് വെച്ച് പറഞ്ഞാൽ ടോപ്പ് ഫോമിൽ തന്നെയാണ്. നമുക്ക് ആ ടീമിലേക്ക് ഒന്ന് പോവാം. ഇതാണ് ഫ്രാൻസിന്റെ ഒരു പ്രെഡിക്റ്റഡ് സ്റ്റാർട്ടിംഗ് ലൈനപ്പ്. ഓക്കെ, ഫ്രണ്ടിൽ എംബാപ്പെ പിന്നെ പറയേണ്ട കാര്യമില്ല, ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് റൈറ്റ് നൗ. പിന്നെ ആ ഫ്രണ്ട് 3 അല്ലെങ്കിൽ എംബാപ്പയുടെ തൊട്ട് ബാക്കിലുള്ള 3 പേരും, ഡെസിറി ഡുവയും ഡെംബലെയും ഒലീസെ, ഇവർ 3 പേരും എന്താ പറയുക ടോപ്പ് ഫോം. കഴിഞ്ഞ ബാലൻഡോർ അടിച്ചിട്ടുള്ള ഡെംബലെ ഉണ്ട്, പിന്നെ എന്താ പറയുക ഒലീസെ രക്ഷയില്ലാത്ത ഫോമിൽ നിൽക്കുകയാണ്. പിടിച്ചു കെട്ടാൻ പറ്റാത്തുള്ള രീതിയിലാണ് ഒലീസെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെസിറി ഡുവയും അതേ കണക്ക് തന്നെ, ലൈക്ക് വെരി യങ്, വെരി പ്രോമിസിങ്, പക്ഷെ ഇൻ ടോപ്പ് ഫോം. പിന്നെ എടുത്തു പറയേണ്ട ഒരു ചെറിയ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് വെച്ചാൽ അവരുടെ മിഡ്ഫീൽഡ് ആയിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും അതൊരു വീക്ക്നെസ് ആയിട്ട് തോന്നുന്നില്ല, ബിക്കോസ് ദേ ആർ ലൈക്ക് റിയലി ഗുഡ് പ്ലെയേഴ്സ്. ചുവമിനിക്ക് ഈ സീസൺ കുറച്ചൊരു ഡൗൺ ആയിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ലൈക്ക് ഫ്രാൻസ് ടീമിൽ വരുമ്പോൾ ചുവമിനിയുടെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാലും മികച്ച പെർഫോമൻസ് ആണ്. ഏഡ്രിയൻ റാബിയോ വരുന്നുണ്ട്. റാബിയോയും കുഴപ്പമില്ലാത്ത ഒരു പ്ലെയറാണ്. സോ ഡെഫിനറ്റ്ലി ഗുഡ് ഡബിൾ പിവോട്ട് അവിടെ ഉണ്ട്. പിന്നെ അതിനുശേഷം അവരുടെ ബാക്ക് ഉപമെക്കാനോ, സലീബ, ഇവർ രണ്ടുപേരും മികച്ച പെർഫോമൻസും മികച്ച ഒരു സീസൺ കഴിഞ്ഞിട്ട് വരുവാണ്. സലീബ ആർസണലുമായിട്ടുള്ള പ്രീമിയർ ലീഗ് കപ്പടിച്ചിട്ട് നിൽക്കുന്നു. പിന്നെ അതിനുശേഷം രണ്ട് സൈഡിലും തിയാഗോ ഹെർണാണ്ടസും ജൂൾസ് കുണ്ടയുണ്ട്. കുണ്ടയാണെങ്കിലും ഇപ്പം ബാർസലോണ ആയിട്ടുള്ള കപ്പടിച്ചിട്ട് നിൽക്കുന്നത്. ഹെർണാണ്ടസ് ആണ് ഒരു ചെറിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഫോർവേഡ് പോകുമ്പോൾ ഹെർണാണ്ടസ് ഇസ് റിയലി ഗുഡ്, പക്ഷേ ഒരു ഡിഫൻസ് ഇതിനകത്തൊരു 1-on-1 വരുമ്പോൾ ചെറിയ രീതിയിലുള്ള പോരായ്മ കാണിക്കാറുണ്ട്. ആൻഡ് മെഗ്നൻ മികച്ച ഗോൾ കീപ്പറാണ്. സോ ടോട്ടൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാൻസ് പവർഫുൾ ടീം വിത്ത് പവർ പാക്ക് പെർഫോമൻസ്, മോസ്റ്റ് ഓഫ് ദ പ്ലെയേഴ്സ് ഇൻ ടോപ്പ് ഫോം. എല്ലാവരും ഒരുവിധം യൂറോപ്യൻ ഇതിൽ ടോപ്പ് ക്ലബ്സിൻ്റെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പടിച്ചിട്ടുള്ള പല ടീംസിലെയും ടോപ്പ് പ്ലെയേഴ്സ് തന്നെയാണ് ഫ്രാൻസ് ടീമിൻ്റെ മുഴുവനും. ടീം 3 ഇംഗ്ലണ്ടിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആസ്വദിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇംഗ്ലണ്ട് എന്താ പറയുക ഒരു സെക്കൻഡ് ഫേവറേറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും കാണുന്നത്. നമുക്ക് പലപ്പോഴും ഇപ്പം ബ്രസീലും അർജന്റീന അങ്ങനത്തെ ഉള്ള സ്പെയിൻ, ഫ്രാൻസ് ഇങ്ങനത്തെ ഉള്ള എന്താ പറയുക നമ്പർ 1 ടീം കാണും. പക്ഷേ പല ആൾക്കാരുടെയും നമ്പർ 2 ടീം എന്ന് പറയുമ്പം ഇംഗ്ലണ്ട് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞ പോലെ പ്രീമിയർ ലീഗ് ആസ്വദിക്കുന്നത് കൊണ്ട് നമുക്ക് അതിനകത്തുള്ള ഒട്ടുമിക്ക പ്ലെയേഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ ചില പ്ലെയേഴ്സ് നമ്മുടെ സ്വന്തം ടീമിൽ കളിക്കുന്ന പ്ലെയേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വരുമ്പം ഇംഗ്ലണ്ട് പല ആൾക്കാർക്കും ഫേവറേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇംഗ്ലണ്ട് ടീമിൻ്റെ സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം അവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് റെഗുലർലി ഈ ടോപ്പ് ടൂർണമെൻറ്റ്സിൻ്റെ സെമി ഫൈനലിലും ഫൈനൽസിലൊക്കെ കളിച്ചിട്ടുള്ള പരിചയം ഉണ്ട്. ഈ ഒരു ടീം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു കൂട്ടം യങ്സ്റ്റേഴ്സിനെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ടീമാണ് വിത്ത് എക്സ്പീരിയൻസ്, ഒരു പ്രോപ്പർ ബാലൻസ്. ഇപ്പം ഒരു ഫ്രണ്ടിൽ ഹാരി കെയ്നെ പോലുള്ള ഒരു എന്താ പറയുക ലീത്തൽ സ്ട്രൈക്കർ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഉള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തോമസ് ടൂക്കലാണ് ടീമിനെ പരിശീലിപ്പിക്കുന്നത്. അപ്പം ഒരു മേജർ ടൂർണമെൻറ്റിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും ടൂക്കലിൻ്റെ സ്ട്രാറ്റജി എന്നുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ ആകാംക്ഷയോട് കാണുന്നതാണ്. ഇതിനു മുമ്പ് ഗാരറ്റ് സൗത്ത്ഗേറ്റ് ടീമിനെ അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോയി ഒരു കപ്പടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഈ ഒരു സമയം ടൂക്കൽ വരുമ്പം ഉള്ള ഇതെന്ന് പറഞ്ഞാൽ ടൂക്കൽ ഇതുവരെയും ഒരു നാഷണൽ ടീമിനെ പരിശീലിപ്പിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു മേജർ ടീം, അതും ഒരു ജർമ്മൻ ഒരു ഇംഗ്ലണ്ട് ടീമിനെ നയിക്കുക എന്ന് പറയുന്നത് വെച്ചാൽ ദാറ്റ് വാസ് അത് കേൾവിയില്ലാത്തൊരു കാര്യമാണ്. അത് പല ആൾക്കാരും ഒരു നെഗറ്റീവായിട്ടാണ് എടുത്തത്. എന്തിനാണ് ഒരു ജർമ്മൻ ഒരു ഇംഗ്ലണ്ട് ടീമിനെ നയിക്കുന്നത്, സോ ദാറ്റ് ഷുഡ് നോട്ട് ഹാവ് ബീൻ ഡൺ എന്നുള്ള ഇതായിരുന്നു. പക്ഷേ അതൊക്കെ മാറി ഇതണക്ക് ടീമിനെ നയിക്കുകയാണ്. അഥവാ വേൾഡ് കപ്പ് അടിക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ലൈക്ക് ഹിസ്റ്ററി. കാരണം പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനിയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ടീമിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രഡിക്റ്റഡ് സ്റ്റാർട്ടിംഗ് ലൈനപ്പ്. ഓക്കെ, ആസ് യൂഷ്വൽ കെയ്ൻ ഫ്രണ്ടിൽ നിൽക്കുന്നു. അപ്പോൾ കെയ്നാണ് ഈ ടീമിനെ നയിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ തൊട്ട് ബാക്കിൽ തന്നെ ആന്റണി ഗോർഡൻ വരുന്നു. പിന്നെ അതിനുശേഷം റൈറ്റ് സൈഡിൽ സാക്ക.
സാക്ക നല്ല കിടിലൻ ഫോമിൽ തന്നെ നിൽക്കുവാണ്. ആന്റണി ഗോർഡൻ്റെ ഒരു കാര്യമാണ് ഒരു ഇതില്ലാത്ത, ചിലപ്പോൾ ആ ഭാഗത്ത് റാഷ്ഫോർഡും കൂടെ വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അത് എങ്ങനെയായിരിക്കും ടൂക്കിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ തൊട്ട് ബാക്കിൽ തന്നെ ബെല്ലിങ്ങം അത്യാവശ്യം കളി നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു 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 പ്ലെയറായിട്ട് മിഡിലിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും സ്ട്രോങ് ഈ കളി, ഈ ഒരു ഏതൊരു ഗെയിമിൻ്റെയും ഒരു പേസ് നിയന്ത്രിക്കാനായിട്ടുള്ള മിഡ്ഫീൽഡ് തന്നെയാണ് അവർക്കുള്ളത്. എലിയട്ട് ആൻഡർസൺ ഇൻ ടോപ്പ് ഫോം ആൻഡ് ഡെക്ലൻ റൈസ് ഇൻ ലൈക്ക് ടോപ്പ് ഫോം, അങ്ങനെ വേണം എടുത്ത് പറയാനായിട്ട്. കാരണം രണ്ടുപേരും, റൈസ് ഒക്കെ ആണെങ്കിൽ ആർസനലിന് വേണ്ടിയിട്ട് കപ്പടിച്ചതിൻ്റെ ആ ഒരു ആത്മവിശ്വാസത്തിൽ നിൽക്കുന്നു. ആൻഡർസൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നോട്ടിംഗം ഫോറസ്റ്റ് പോലുള്ള ഒരു ടീം ആണെങ്കിൽ പോലും എല്ലാവരുടെയും കണ്ണ് ആൻഡർസണിലാണ്. ഇനി അടുത്ത ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ മാൻ സിറ്റി നോട്ടമിടുന്നു, അവർ ചിലപ്പോൾ മിക്കവാറും കൊണ്ടുപോകും എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പ്ലെയർ. നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ പോലും നമുക്കും ആഗ്രഹമുണ്ട് ഈ ഒരു പ്ലെയർ നമ്മുടെ കൂടെ വരണം എന്നുള്ളത്. സോ ആൻഡർസൺ അങ്ങനെ ടോപ്പ് ഫോമിൽ നിൽക്കുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് ഏറ്റവും വീക്ക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവരുടെ ബാക്കാണ്. എനിക്ക് ഈ ബാക്ക് കാണുമ്പോൾ ബാക്ക് ഫോർ, ഓക്കെ, ഓറിയലി അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് നിൽക്കുകയാണ്. ഈ റീസ് ജെയിംസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ലൈക്ക് ഹീസ് എക്സലന്റ് പ്ലെയർ, നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു എന്തോ ഒരു കൺസിസ്റ്റൻസി പലപ്പോഴും കാണാറില്ല. പിന്നെ ഈ ബാക്ക് ടു ഈ മാഗേയും കോൺസ, ഇവരുടെ രണ്ടുപേരും എന്ന് വെച്ചാൽ ഒരു വേൾഡ് കപ്പ് പോലത്തുള്ള ഈ മേജർ ടൂർണമെൻറ്റിൽ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് ഡബിൾ ഒരുമിച്ച് കളിക്കുകയാണ്, ആദ്യമായിട്ടൊരു പാർട്ട്ണർഷിപ്പിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഇവർക്ക് എന്തുമാത്രം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രോബ്ലം. കാരണം ഒരു സീസൺ ഫുള്ള് കളിക്കുന്ന പോലെയല്ല മേജർ ടൂർണമെൻറ്റ്സിൽ വരുമ്പോൾ. അതിന് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക സ്ട്രാറ്റജീസും അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഇവിടെയാണ് നമ്മൾ മിസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഹാരി മഗ്വയർ എന്ന് പറഞ്ഞാൽ ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് കുറച്ചൊരു മോശം ഇത് കാണിച്ചാൽ പോലും, ഗെയിംസ് വന്നാൽ പോലും ഇംഗ്ലണ്ടിന് വരുമ്പോൾ അത് വേറെ ലെവലാണ്. അപ്പം മഗ്വയർ ഇല്ലാത്തൊരു ഇംഗ്ലണ്ട് ടീം ഒരു മേജർ ടൂർണമെൻറ്റ് പോകുമ്പോൾ അതെങ്ങനെ കോപ്പപ്പ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ സെക്കൻഡ് ലൈനിൽ ജോൺ സ്റ്റോൺസും ഇങ്ങനത്തെ ഉള്ള പ്ലെയേഴ്സ്, ഇപ്പം ഡാൻ ബേണും ഇവരൊക്കെ ഉള്ളത്. അപ്പം ഇവർക്കൊരു മേജർ ടൂർണമെൻറ്റ് എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഇച്ചിരി എന്താ പറയുക സംശയമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പിന്നെ ഗോൾ കീപ്പർ പിക്ഫോർഡ് ആണെങ്കിലും എനിക്കറിയത്തില്ല, പിക്ഫോർഡിൻ്റെ ഈ ആൻറ്റിക്സും പല കാര്യങ്ങളും ഇതൊക്കെയുണ്ട്. ഒരു സ്റ്റഡിനെസ് കൊണ്ടുവരത്തില്ല. ചില സമയത്ത് എക്സലൻറ്റ് സേവ്സ് നടത്തും, ചില സമയത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇറാറ്റിക് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബാക്കിൽ നിന്നും കളി നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ പ്ലെയേഴ്സിനെ ഇൻസ്ട്രക്ട് ചെയ്ത് അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യിപ്പിക്കുന്നതിൽ കുറച്ചൊരു ഒരു ഡൗൺവേർഡ് ഇതിലാണ് പിക്ഫോർഡിൻ്റെ ഉള്ളത്. സോ ബട്ട് എനിവേസ് ഇംഗ്ലണ്ട് എല്ലാ പ്രാവശ്യവും ഈ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഗോൾഡൻ ജനറേഷൻ മുതൽ പറയുന്ന കാര്യമാണ് ഇറ്റ്സ് കമ്മിങ് ഹോം എന്നുള്ളത്. സോ ഐ ആം നോട്ട് ഷുവർ, പക്ഷേ അവർക്കത് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇസ് ഇറ്റ് കമ്മിങ് ഹോം ദിസ് ടൈം ഫോർ ഇംഗ്ലണ്ട്? കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ഓക്കെ. ടീം 4 പോർച്ചുഗൽ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സ്വന്തം പോർച്ചുഗൽ. റൊണാൾഡോ അങ്ങനെ 6ാമത്തെ വേൾഡ് കപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതുവരെയ്ക്ക് കളിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ടീമാണ് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. ഇതിനു മുമ്പൊന്നും ഇത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൂട്ടം പ്ലെയേഴ്സ് ഇതിനു മുമ്പ് റൊണാൾഡോയ്ക്ക് കൂടെ കളിക്കാനായിട്ട് കിട്ടിയിട്ടില്ല. പലപ്പോഴും ഇതിനു മുമ്പ് എന്താ പറയുക ലൂയിസ് ഫിഗോയും റൂയി കോസ്റ്റ ഇങ്ങനത്തെ ഉള്ള പ്ലെയേഴ്സൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു പ്രോപ്പർ ബാലൻസ്ഡ് ടീം, എല്ലാ മേഖലകളിലും എന്താ പറയുക ഏറ്റവും സ്ട്രോങ് പ്ലെയേഴ്സ് കളിക്കുന്ന ഒരു ടീമുമായിട്ടാണ് റൊണാൾഡോ ഈ പ്രാവശ്യം കളിക്കാൻ വരുന്നത്. സോ ദ ബെസ്റ്റ് സ്ക്വാഡ്. അപ്പം ഇതിനകത്തുള്ള ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റൊണാൾഡോ തന്നെയാണ്. കാരണം ടീം ഫുള്ള് സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ നടുക്ക് അല്ലെങ്കിൽ ഇത് ഗോൾ അടിക്കാനും ഫോർവേഡിൽ കളി നയിക്കാനും ഉള്ള റൊണാൾഡോ അതിന് എന്തുമാത്രം കേപ്പബിൾ ആണ് എന്നുള്ളതാണ് ഒരു എടുത്ത് പറയേണ്ട ഒരു ക്വസ്റ്റ്യൻ. സോ റൊണാൾഡോ നമ്മുടെ എല്ലാവരുടെയും വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലെയേഴ്സ് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു പോർച്ചുഗീസ് ടീമിൻ്റെ ഒരു മുമ്പോട്ട് നയിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക റൊണാൾഡോ കുഡ് ബി ദ ഫാക്ടർ. അവരെ എന്താ പറയുക മേക്ക് ഓർ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറായിട്ട് റൊണാൾഡോ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ വിത്ത് റൊണാൾഡോ ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് ജയിക്കാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് റൊണാൾഡോ ആയിരിക്കാം പോർച്ചുഗലിന് ഈ ഒരു കപ്പടിക്കാനായിട്ട് പറ്റാത്ത വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സോ രണ്ടും സംഭവിക്കാം എന്നുള്ളതാണ്. കാരണം പിന്നെ റൊണാൾഡോ കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടു പോർച്ചുഗൽ ടീമിന് അവർക്ക് എന്താ പറയുക അവരുടെ ടീം നല്ലതായിരുന്നെങ്കിൽ പോലും റൊണാൾഡോയുടെ പെർഫോമൻസ് നല്ല രീതിയിൽ വരാനായിട്ട് സാധിച്ചില്ല. വളരെയധികം സ്ട്രഗ്ലിംഗ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ കണ്ടത്. അന്ന് 37-38 വയസ്സിലായിരുന്നു അന്ന് റൊണാൾഡോ കളിച്ചത്. അപ്പോൾ വളരെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു പീരീഡ് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചുള്ള ഒരു ഗെയിമിൽ സാന്റോസ് റൊണാൾഡോനെ മാറ്റി
റാമോസിനെ കൊണ്ടുവരുന്നു സ്ട്രൈക്കിംഗ് പൊസിഷനിൽ. ആ കളി റാമോസ് ഇതണക്ക് എന്താ പറയുക ഹാട്രിക് അടിച്ചിട്ട് കളി വിജയിപ്പിക്കുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പല ആൾക്കാരുടെയും ക്വസ്റ്റ്യൻ അതാണ്, റൊണാൾഡോ മെയിൻ 11-ൽ വരുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ റാമോസിനെ പോലെ പ്ലെയർ ഒരു അവരുടെ പ്രൈമിൽ നിൽക്കുന്ന ഒരു പ്ലെയറിനെ കൊണ്ട് ടീമിനെ നയിക്കുന്നതാണോ അല്ലെങ്കിൽ ഫോർവേഡ് ലൈൻ നയിക്കുന്നതാണോ നല്ലത് എന്നുള്ളൊരു വലിയ ചോദ്യം വരുന്നു. സോ ഐ തിങ്ക് എന്താ പറയുക, റൊണാൾഡോയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റോബർട്ടോ മാർട്ടിനസ് അവരുടെ കോച്ചിന് റൊണാൾഡോയുടെ ഒരു ഗെയിം അത് ലോ ആയി കഴിഞ്ഞിരുന്നാൽ റൊണാൾഡോനെ മാറ്റാൻ മാത്രമുള്ള ഒരു ആംപിയർ ഉള്ള ഒരു കോച്ചാണോ എന്നുള്ളതാണ് വലിയൊരു ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവരുടെ കോച്ച് സാന്റോസ് റൊണാൾഡോനെ മാറ്റി പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സോ ദിസ് ടൈം ഇപ്പോൾ 42 വയസ്സായിരിക്കുന്ന റൊണാൾഡോയ്ക്ക് എന്തുമാത്രം ആ ഫ്രണ്ട് ലൈൻ ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു വലിയ ക്വസ്റ്റ്യൻ. ബട്ട് എന്തായാലും എന്താ പറയുക, ടീം പ്രോപ്പറാണ്. അത്യാവശ്യം ഇപ്പം ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഉള്ള ത്രൂ ബോൾസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞിരുന്നാൽ കറക്റ്റായിട്ടുള്ള റണ്ണ് മേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം ഡിഫൻഡേഴ്സിനെ 1-on-1 ബീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒക്കെയുള്ള കുറേ നെഗറ്റീവ് കാര്യങ്ങളാണ് റൊണാൾഡോനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, എന്തായാലും നമുക്ക് സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് പോവാം. റൊണാൾഡോ എനിവേസ് ഹി വിൽ ബി ലീഡിങ് ദ ഫ്രണ്ട്, അത് ഏകദേശം ഉറപ്പ് തന്നെയാണ്. പിന്നെ ലെഫ്റ്റിൽ ലിയാവോ ഉണ്ട്, ഫ്രണ്ട് റൈറ്റിൽ ബെർണാഡോ സിൽവ. അത്യാവശ്യം എന്താ പറയുക നല്ല 2 പ്ലെയേഴ്സ് വിങ്ങിൽ കളിക്കുന്നു. പിന്നെ ഇവരുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറഞ്ഞാൽ മിഡ്ഫീൽഡ്. ഞാൻ പറയട്ടെ, ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ബെസ്റ്റ് മിഡ്ഫീൽഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ പോർച്ചുഗലിനാണ്. കാരണം യാവോ നെവസും വിറ്റീഞ്ഞയും ബ്രൂണോ ഫെർണാണ്ടസ് അടങ്ങുന്ന മിഡ്ഫീൽഡ്, ആരും കൊതിക്കുന്ന മിഡ്ഫീൽഡ് എന്ന് വെച്ച് പറഞ്ഞാൽ ഒരു വേൾഡ് കപ്പ് ഗെയിം, ഏതൊരു വേൾഡ് കപ്പ് ഗെയിമിനെയും പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, ആ ഗെയിമിൻ്റെ പേസ് നിയന്ത്രിക്കാൻ പറ്റുന്നത്, ഇതെല്ലാം ഈ ഒരു എന്താ പറയുക ഈ ഒരു മിഡ്ഫീൽഡിന് സാധിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് യാവോ നെവസും വിറ്റീനയും PSG-ക്ക് വേണ്ടിയിട്ട് കപ്പടിച്ചു കൊടുത്തതാണ്, ചാമ്പ്യൻസ് ലീഗ് അടിച്ചു കൊടുത്തിട്ടുള്ള 2 പ്രോപ്പർ മിഡ്ഫീൽഡേഴ്സ്. അപ്പോൾ അവർ ടോപ്പ് ഫോമിൽ വരുന്നു. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് വാങ്ങിച്ചിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ എന്താ പറയുക 3rd പൊസിഷനിലേക്ക് എത്തിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള പ്ലെയർ ബ്രൂണോ. അങ്ങനെ ഇവരുടെ 3 പേര് അടങ്ങുന്ന മിഡ്ഫീൽഡാണ് പ്രോപ്പർ സ്ട്രെങ്ത് പോർച്ചുഗൽ ടീമിൻ്റെ. പിന്നെ 2 ഫുൾ ബാക്സ് എന്ന് പറഞ്ഞാൽ യാവോ മെൻഡസും പിന്നെ കാൻസലോ. ഇവർ 2 പേരും നല്ല പ്രോപ്പറായിട്ടുള്ള പെർഫോമൻസ്, നല്ല കിടിലം പ്ലെയേഴ്സ് തന്നെയാണ്. പിന്നെ ചെറിയ ഒരു നെഗറ്റീവ് ഇതിൻ്റെ അകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇനാസിയോയും പിന്നെ റൂബൻ ഡിയസുമാണ്. ഇവരുടെ ഒരു ഇനാസിയോ പിന്നെയും കുറച്ചുകൂടെ ഒരു ഇതാണ്, പക്ഷേ എന്നിരുന്നാലും റൂബൻ ഡിയസിൻ്റെ എനിക്ക് തോന്നുന്നു ഏജൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഡൗൺ ആക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആൻഡ് കോസ്റ്റ ഇൻ ഗോൾ. ഓക്കെ, സോ ഇതാണ് അവരുടെ ഒരു ടീം, പ്രോപ്പർ ടീം. എനിക്ക് എന്താ പറയുക, ഈ കപ്പ് അടിക്കാനായിട്ടുള്ള വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു ടീം ഡെഫിനറ്റ്ലി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ തന്നെയായിരിക്കും. ടീം 5 ബ്രസീൽ. വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേൾഡ് കപ്പിൻ്റെ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവേശം നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോൾ ആദ്യം വരുന്ന ടീം എന്ന് പറഞ്ഞാൽ ബ്രസീലാണ്. കാരണം വേൾഡ് കപ്പിൻ്റെ ഒരു പര്യായമായിട്ടാണ് ബ്രസീലിനെ അറിയപ്പെടുന്നത്. കഴിഞ്ഞ ഈ വേൾഡ് കപ്പ് തുടങ്ങിയ കാലഘട്ടം മുതൽ ഇന്നേ വരേക്ക് എല്ലാ വേൾഡ് കപ്പ് എഡിഷനിലും കളിച്ചിട്ടുള്ള ഒരു ടീം. ആൻഡ് എന്താ പറയുക, വളരെയധികം കളർഫുൾ ആക്കുന്ന, വേൾഡ് കപ്പിനെ വളരെയധികം കളർഫുൾ ആക്കുന്ന ഒരു ടീമാണ് ബ്രസീൽ. അത് പ്രത്യേകിച്ച് അവരുടെ ഫാൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, പിന്നെ എന്താ പറയുക ആ ടീം വേൾഡ് കപ്പിന് കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ്, പലപ്പോഴും മറ്റ് ടീമുകൾക്കും ഡെഫിനറ്റ്ലി വേൾഡ് കപ്പ് ഇമ്പോർട്ടൻസ് ആണെങ്കിൽ പോലും ബ്രസീൽ ടീം എന്ന് പറഞ്ഞാൽ അവരുടെ ബ്ലഡിലുള്ളൊരു കാര്യമാണ് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒരു ആവേശം. അത് ഏതൊരു ടീമിനെയും കാട്ടി ഒരു പടി മേലെ തന്നെ ആയിരിക്കും ഡെഫിനറ്റ്ലി ബ്രസീൽ. അപ്പോൾ ഈ പ്രാവശ്യവും ബ്രസീൽ വരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇതിന് മുമ്പത്തുള്ള വർഷങ്ങളിലെ പോലെ അല്ല, ഒരിച്ചിരി കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂട്ടിയിട്ടാണ് വരുന്നത്. അതിനകത്തുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കാർലോ ആൻസലോട്ടി എന്നുള്ള വിഖ്യാതനായിട്ടുള്ള കോച്ചാണ് ഈ പ്രാവശ്യം ബ്രസീലിനെ വേൾഡ് കപ്പിലേക്ക് നയിക്കുന്നത്. ടീമിനെ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആൻസലോട്ടിയുടെ അണ്ടറിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ ഡെഫിനറ്റ്ലി ബ്രസീൽ ഈസ് ഹാവിങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്ട്രെങ്ത്, എക്സ്ട്രാ സ്ട്രെങ്തോട് കൂടിയിട്ടാണ് ബ്രസീൽ വരുന്നത്. അപ്പോൾ പിന്നെ നെയ്മറിൻ്റെ ഒരു കാര്യമുണ്ട്. നെയ്മർ പരിക്കിൽ നിന്നിട്ട് മിക്കവാറും വേൾഡ് കപ്പിൽ കാണത്തില്ല എന്നുള്ളൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ മാറി നെയ്മർ വേൾഡ് കപ്പിലേക്ക് വരുന്നു. അപ്പം നെയ്മറിൻ്റെ ഒരു അവസാന വേൾഡ് കപ്പ് തന്നെയായിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടീമിലേക്ക് പോവാം. ഇതാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് പ്രഡിക്റ്റഡ് ലൈനപ്പ്. വിനീഷ്യസ് ജൂനിയർ, മത്തിയാസ് കുന്യ, റഫീനിയ, ഇവർ ഫ്രണ്ട് 3. പിന്നെ കസമീറോ, പെക്കേറ്റ, ബ്രൂണോ ഗിമാരസ്. ബാക്കിൽ അലക്സാൻഡ്രോ, ഗബ്രിയേൽ, മാർക്കിനിയോസ്, ഡാനിലിയോ, പിന്നെ ഗോൾ കീപ്പർ ആലിസൺ. ഇതിനകത്ത് റഫീനിയ, വിനീഷ്യസ് ജൂനിയർ 2 വിങ്ങിൽ എന്ന് പറഞ്ഞാൽ തീ പാറിക്കാനായിട്ട് കഴിവുള്ള 2 പ്ലെയേഴ്സ് വിങ്ങിൽ കളിക്കുന്നു. മത്തിയാസ് കുന്യ ആണെങ്കിൽ
എന്താ പറയുക, ആ ഒരു എക്സ്പീരിയൻസ്, ഒരു ബ്രസീലിയൻ ഫ്ലെയറുമായിട്ട് മുമ്പിൽ നിൽക്കുന്നു. എനിക്കാണെങ്കിൽ സെൻറ്റർ ഫോർവേഡ് ആക്ച്വലി ഒരു ചെറിയൊരു പ്രോബ്ലം ആയിട്ടാണ് വന്നത്. പറഞ്ഞാൽ ഇഗർ തിയാഗോ ആണ് അവിടെ എടുത്ത് പറയേണ്ട ഒരു സ്ട്രൈക്കർ. പക്ഷേ ഒരു വേൾഡ് കപ്പ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇത് കണക്ക് ഒരു മേജർ ടൂർണമെൻറ്റ് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിനെ ഞാൻ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരികയാണ്. മിക്കവാറും അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ആൻസലോട്ടി പരീക്ഷിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള ഒരു ചെറിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവരുടെ മിഡ്ഫീൽഡാണ്. കാസമീറോയും ഗിമാറസും ആണ് മിഡ്ഫീൽഡ് നിയന്ത്രിക്കുന്നത്. കാസമീറോ ഈ ഒരു സീസൺ മികച്ച പ്രകടനമായിട്ട് നിൽപ്പുണ്ട്. ഗിമാറസോ ആണെങ്കിലും ലൈക്ക് ഈ വാസ് ഓക്കെ, ഇടയ്ക്ക് പരിക്കുമായിട്ടൊക്കെ കുറച്ച് ആളൊക്കെ പുറത്തിരുന്നു. അപ്പോൾ അത് കാരണം ആ ഒരു പരിക്ക് മാറിയിട്ട് വരുന്ന ഗിമാറസ്, ഇവർ രണ്ടുപേരുടെ ഒരു മിഡ്ഫീൽഡ് ഉണ്ട്. പിന്നെ അതിനുശേഷം പെക്കേറ്റ തന്നെ എനിക്ക് അത്രയ്ക്ക് വലിയ കൺവിൻസിങ് ആയിട്ട് തോന്നുന്നില്ല. ആ ഒരു പൊസിഷനിലേക്ക് നെയ്മർ വരുവാണെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. സോ എനിവേസ് നെയ്മർ പരിക്ക് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് സെക്കൻഡ് ഗെയിമൊക്കെ ആകുമ്പോഴായിരിക്കും വരുന്നത്, സെക്കൻഡോ തേർഡ് ഗെയിം ആയിരിക്കും വരുന്നത്. അപ്പോൾ പെക്വേറ്റ മാറും, നെയ്മർ ആയിരിക്കും ആ പൊസിഷനിൽ വരുന്നത്. പിന്നെ കെസമീറോയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കെസമീറോ ക്യാൻ ഹെൽപ്പ് ദി ടീം വിത്ത് ഹെഡർ ഗോൾസും കാര്യങ്ങളൊക്കെ, പുറത്തുനിന്ന് സ്ട്രൈക്ക് ചെയ്യാനും പിന്നെ കോർണർ കിക്സിൻ്റെ അകത്തു നിന്നൊക്കെ ഹെഡർ ഗോൾസ് വഴി ടീമിന് ഗോൾ സ്കോർ ചെയ്യാനായിട്ടുള്ള കഴിവുള്ള പ്ലെയർ കെസമീറോ. സോ ഇതാണ് ഒരു എന്താ പറയുക, അവരുടെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് വെച്ച് നോക്കുമ്പോൾ മിഡ്ഫീൽഡ് ഒരു ചെറിയ ഒരു ലോ ഇതിലാണ് നിൽക്കുന്നത്. ബട്ട് എന്തായാലും കുഴപ്പമില്ല, ബിക്കോസ് ദേ ഹാവ് എ പ്രോപ്പർ ബാക്ക്. അതായത് ഗബ്രിയലും മാർക്കിനോസും ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച് എന്താ പറയുക, ചാമ്പ്യൻസ് ലീഗ് കളിച്ച രണ്ട് ടീമിൻ്റെയും ബെസ്റ്റ് ഡിഫൻഡേഴ്സ് അവരാണ്. ബ്രസീലിൻ്റെ എന്താ പറയുക ഡിഫൻസ് കോട്ട കെട്ടി കാക്കുന്ന രണ്ട് ഭടന്മാർ. അപ്പം അവരുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആൻഡ് അലക്സാൻഡ്രോ ഡെനീലിൻ്റെ ഫുൾ ബാക്ക് ആയിട്ടുള്ള പെർഫോമൻസ്. ആൻഡ് അലിസന് ലിവർപൂളായിട്ടുള്ള ഒരു അത്രയും ഇതില്ലാത്തൊരു സീസൺ ആയിരുന്നു. ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഔട്ട് ഓഫ് ഫോം ആയിരുന്നു ആൻഡ് പരിക്കിൻ്റെ ഒരിത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ മാറിയിട്ടാണ് അലിസൺ വേൾഡ് കപ്പിൽ വരുന്നത്. സോ ഇതാണ് ടോട്ടലി അവരുടെ എന്താ പറയുക ഒരു ടീം. ആൻഡ് ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ പ്രാവശ്യം അവർക്ക് ആ ഒരു ഫ്ലോയിൽ എത്തിപ്പെടാൻ പറ്റുവാണെങ്കിൽ ദേ വുഡ് ഡെഫിനറ്റ്ലി ഒരു സെമി ഫൈനലിൽ വരെയൊക്കെ എത്താനായിട്ട്, അല്ലെങ്കിൽ ഫൈനലിൽ എത്താനോ ഫൈനലിൽ ജയിക്കാനോ സാധ്യത ഉള്ളൊരു ടീമായിട്ടാണ് ബ്രസീൽ ഈ പ്രാവശ്യം വരുന്നത്. ആൻഡ് ഇതിനകത്ത് മേജർ ഞാൻ പറഞ്ഞ കണക്ക് ആൻസലോട്ടിയുടെ ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. കാരണം മേജർ ടൂർണമെൻറ്റ്സിലൊക്കെ നല്ല രീതിയിൽ ഇതൊക്കെ ടീമിനെ കൺട്രോൾ ചെയ്യാനും കറക്റ്റ് നിമിഷത്തിൽ എവിടെയാണ് ചേഞ്ചസ് വരുത്താനായിട്ട് ഉള്ളത് അതൊക്കെ പ്രോപ്പറായിട്ട് അറിയാവുന്ന ഒരു കോച്ചാണ് ആൻസലോട്ടി. സോ ലൈക്ക് എന്തായാലും നമുക്ക് നോക്കിയിരുന്ന് കാണാം. ബ്രസീൽ ഇസ് വൺ ഓഫ് ദ എന്താ പറയുക ഫേവറേറ്റ്സ്. ആൻഡ് ബ്രസീൽ ഫാൻസ് നിങ്ങളോടാണ്, ഓക്കെ, നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ വിലയിരുത്തൽ എന്താണ്? ബ്രസീൽ ഫൈനലിൽ വരുമോ, ജയിക്കുമോ എന്നുള്ളത് കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, ആൻഡ് ബ്രസീൽ ഫാൻസിൻ്റെ അടുത്ത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ ബ്രസീൽ വേൾഡ് കപ്പ് അടിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഗിവ് എ ലൈക്ക് ഫോർ ദിസ് വീഡിയോ. ഓക്കെ, ടീം 6 അർജൻറ്റീന, മെസ്സിയുടെ അർജൻറ്റീന ഈ വർഷത്തെ വേൾഡ് കപ്പിൽ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആയിട്ടാണ് മെസ്സിയും കൂട്ടരും എത്തുന്നത്. അപ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് പറഞ്ഞാൽ കഴിഞ്ഞ വേൾഡ് കപ്പ് എഡിഷനിലുണ്ടായിരുന്ന ടീമിൽ ഏകദേശം 75% പ്ലെയേഴ്സും ഈ വേൾഡ് കപ്പിലും സ്കലോണി ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. എന്ന് വെച്ച് പറഞ്ഞാൽ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ഉള്ളൂ, 25% ഉള്ളൂ പുതുമുഖങ്ങൾ ഈ ഒരു ടീമിലേക്ക്. അപ്പം കഴിഞ്ഞ വേൾഡ് കപ്പ് വിജയിച്ച എക്സ്പീരിയൻസ് അതേപടി ഒരു 75% ഇപ്പോഴും ഈ ഒരു വേൾഡ് കപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് മെസ്സിയുടെ 6ാമത്തെ വേൾഡ് കപ്പാണ്, ഒരു ഹിസ്റ്റോറിക് 6ാമത്തെ വേൾഡ് കപ്പ്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ മെസ്സി ഇന്റർ മിയാമിക്ക് വേണ്ടി കളിക്കുന്നതുകൊണ്ട് അവിടുത്തെ ഒരു വെതർ കണ്ടീഷൻസിലൊക്കെ പൊരുത്തപ്പെട്ടു. അപ്പം നല്ല രീതിയിൽ അവിടുത്തെ ഇപ്പോഴത്തെ അറിയാം ചൂടും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ് അവിടെ, പ്ലേയേഴ്സൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്നു. അപ്പം മെസ്സിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി അതൊരു മുതൽക്കൂട്ടാവും. അപ്പം പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് പറഞ്ഞാൽ ഇതിന് മുമ്പുള്ള എഡിഷൻസ് ഓഫ് വേൾഡ് കപ്പ് നമ്മൾ കാണുമ്പോൾ വളരെയധികം ടെൻഷനോട് കൂടിയിട്ടാണ് കളി കാണുന്നത്. കാരണം മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് ഇല്ലാതെ കരിയർ അവസാനിപ്പിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഫുട്ബോളിന് തന്നെയാണ് ആ ഒരു കളങ്കം എന്നാണ് വിശ്വസിച്ചിരുന്നത്. അപ്പം 2022 ഖത്തറിലെ വേൾഡ് കപ്പ് അടിച്ചതോടുകൂടി ആ ഒരു ടെൻഷൻ എല്ലാം മാറിക്കിട്ടി. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പ് മെസ്സി കളിക്കുക അല്ലെങ്കിൽ നമ്മൾ ഫാൻസ് കാണുക എന്നുള്ളതെന്ന് വെച്ച് പറഞ്ഞാൽ അധികം ടെൻഷൻ ഇല്ലാതെയാണ്. കാരണം മെസ്സിക്ക് ഫ്രീ ആയിട്ട് കളിക്കാം, ടെൻഷൻ ഇല്ലാതെ കളിക്കാം. അപ്പം അങ്ങനെ ടെൻഷൻ ഇല്ലാതെ കളിക്കുന്ന മെസ്സി മൈൻഡ് ഫ്രീ ആക്കി കളിക്കുമ്പോൾ അത് ടീമിന് എന്തുമാത്രം ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നമ്മൾ എടുത്ത് നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ടെൻഷൻ വെച്ച് കളിക്കുമ്പോൾ ഉള്ള മെസ്സി നമുക്കറിയാം ലൈക്ക് തീയാണ്. അപ്പോൾ ടെൻഷൻ ഇല്ലാതെ കളിക്കുമ്പോൾ അത് ഓവർഫ്ലോയിങ് ആയിട്ട് മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളെടുത്ത് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നോക്കി കാണുന്ന ഒരു കാര്യം. പിന്നെ ടീമിൽ ഏഞ്ചൽ ഡി മരിയ ഇല്ലാത്ത ഒരു കാര്യം വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം മെസ്സിയുടെ കാവൽ മാലാഖയായിരുന്നു
ഏഞ്ചൽ ഡി മറിയ എല്ലാ മേജർ ടൂർണമെൻറ്റ്സിലും മെസ്സിയുടെ കൂടെ ഉണ്ട്. ചില കളികളിൽ മെസ്സി ഒന്ന് ചെറുതായിട്ട് ഡൗൺ ആയി പോയി കഴിഞ്ഞിരുന്നാലും അത് നികത്താൻ വേണ്ടിയിട്ട് ഒരു വിങ്ങിൽ ഡി മരിയ പറന്നു നിൽക്കും, തളരാതെ നിൽക്കും. ആരെങ്കിലും ഒന്ന് ഡൗൺ ആയി പോയി കഴിഞ്ഞിരുന്നാലും മരിയ ഉയർത്തി കൊണ്ടുവരാനായിട്ട് അങ്ങനെ കളിക്കുന്ന ഒരു പ്ലെയറാണ് ഡി മരിയ, വളരെയധികം മികച്ചതായിട്ട്. അപ്പം ഡി മരിയ ഇല്ലാത്തൊരു വേൾഡ് കപ്പ് മെസ്സിക്ക് അതെങ്ങനെയാകും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. ഓക്കെ, അപ്പം നമുക്ക് ടീമിലേക്ക് പോവാം. ഇതാണ് എൻ്റെ ഒരു പ്രഡിക്റ്റഡ് സ്റ്റാർട്ടിംഗ് ലൈനപ്പ്. ലൊട്ടാറോ മാർട്ടീനസും മെസ്സിയും ഫ്രണ്ടിൽ, പിന്നെ മെക്കാലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, റോഡ്രിഗോ ഡിപോൾ, സിമിയോണി, ടഗ്ലേഫിക്കോ, ഒട്ടമെൻഡി, റൊമേറോ, ജിയായ് ആൻഡ് എമിലിയാനോ മാർട്ടീനസ്. നമ്മൾ ഈ ടീമിൽ നോക്കിക്കഴിഞ്ഞിരുന്നാൽ പുതുമുഖങ്ങൾ കഴിഞ്ഞ ഇതിൽ എഡിഷൻ ഓഫ് വേൾഡ് കപ്പിൽ ഇല്ലാത്ത പുതുമുഖങ്ങൾ എന്ന് പറയുമ്പോൾ ജിയായും പിന്നെ സിമിയോണിയും മാത്രമേ ഉള്ളൂ. ഈ 11 പേരിൽ 9 പേരും പഴയ ടീമും 2 പേരാണ് പുതിയ പ്ലെയേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് പിന്നെ കുറച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഇതണക്ക് എന്താ പറയുക നിറം മങ്ങിയിട്ടുള്ള ഒരു സീസണാണ്. മെക്കാലിസ്റ്ററിനാണെങ്കിലും പിന്നെ ഡിപ്പോളൊക്കെ ആണെങ്കിലും അവിടെ ഇന്റർ മിയാമിയിൽ പോയിട്ട് അങ്ങനെ വലിയ രീതിയിലുള്ള മികച്ച പെർഫോമൻസ് ഒന്നും അങ്ങനെ കാഴ്ചവെച്ചിട്ടില്ല. എൻസോ ഫെർണാണ്ടസ് ഈ ആടെ ഓക്കെ സീസൺ, സിമിയോണി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് ഈ ടീമിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. പിന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കാണ്. ഒട്ടമെൻഡി 38 വയസ്സായിട്ടുള്ള ഒട്ടമെൻഡിയും പിന്നെ റൊമേറോ ഈ സീസണിൽ എന്ന് പറഞ്ഞാൽ റെഡ് കാർഡ്സിൻ്റെയും പിന്നെ എന്താ പറയുക ഒരു ഇറാറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എമിലിയാനോ മാർട്ടീനസ്, വേൾഡ് കപ്പിന് വരുന്ന എമിലിയാനോ മാർട്ടീനസ് മെസ്സിയുടെ എന്താ പറയുക മെസ്സിയെ കാക്കുന്ന വ്യക്തി. ഇപ്പോൾ കാവൽമാലാക അവിടെ ഏഞ്ചൽ ഡി മറിയ ഉണ്ട് എന്ന് പറഞ്ഞാലും മെസ്സിയെ കോട്ട കെട്ടി അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത് മാർട്ടീനസാണ്. അപ്പോൾ മാർട്ടീനസിൻ്റെ എക്സലൻ്റ് ആയിട്ടുള്ളൊരു വേൾഡ് കപ്പ് വന്നു ചേർന്നാൽ ഡെഫിനറ്റ്ലി മെസ്സിക്ക് ഒരു രണ്ടാമതൊരു വേൾഡ് കപ്പ് വിജയിക്കാനായിട്ടുള്ളൊരു ഇതുണ്ട്. ഇതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ബ്രസീൽ 2 പ്രാവശ്യം അടുപ്പിച്ച് വിജയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഉറുഗ്വേയാണെന്ന് തോന്നുന്നു 2 പ്രാവശ്യം അടുപ്പിച്ചിട്ട് വേൾഡ് കപ്പ് വിജയിച്ചിട്ടുള്ളത്. അപ്പം മൂന്നാമത് അങ്ങനെ ഒരു ടീം അർജന്റീനയ്ക്ക് ആകാൻ പറ്റുമോ എന്നുള്ളതാണ് ഫാൻസ് എല്ലാവരും നോക്കിക്കാണുന്നത്. സോ അർജന്റീന ഫാൻസ് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? മെസ്സി രണ്ടാമതൊരു വേൾഡ് കപ്പ് തുടർച്ചയായിട്ടും അടിക്കുമോ എന്നുള്ളത് കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, പിന്നെ ഫാൻസ് എൻ്റെ ഫേവററ്റ് ടീമാണ് അർജന്റീന, എൻ്റെ ഫേവററ്റ് പ്ലെയറാണ് ലിയോണൽ മെസ്സി. അപ്പോൾ അർജന്റീന കപ്പടിക്കണം എന്ന് കാണാനായിട്ട് ഞാൻ ഒത്തിരി അധികം ആഗ്രഹിക്കുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു ടെൻഷനില്ല, വളരെയധികം ഈസി ആയിട്ടും റിലാക്സ്ഡ് ആയിട്ടാണ് കളി കാണുന്നത്. അപ്പോൾ ഇതാണ് പ്രതീക്ഷ. സോ അർജന്റീന ഫാൻസ് എല്ലാവരും മെസ്സിയുടെ ഒരു എന്താ പറയുക ഒരു ഫൈനൽ വേൾഡ് കപ്പിൻ്റെ ഒരു മെമ്മറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ച് നിങ്ങളെല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇടുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. ടീം നമ്പർ 7 ജർമ്മനി. കഴിഞ്ഞ 2 വേൾഡ് കപ്പ് എഡിഷൻസിലും ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്നും എക്സിറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ടീമാണ് ജർമ്മനി. അപ്പോൾ ഈ ഒരു സീസണിൽ അവർ കുറച്ചുകൂടെ പ്രതീക്ഷയിലാണ് വരുന്നത്. ഒരു യങ് സ്ക്വാഡുമായിട്ടാണ് അവർ വരുന്നത്. അത്യാവശ്യം എന്താ പറയുക എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ ഒരു യൂത്തിൻ്റെ എക്സ്യൂബറൻസ് ഉണ്ട്. ഇതെല്ലാമായിട്ടാണ് ജർമ്മനി വേൾഡ് കപ്പിലേക്ക് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയേഴ്സിൻ്റെ കാര്യങ്ങളിൽ ഇപ്പം ഫ്ലോറിയൻ വേർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും 115 മില്യൺ ആണ് ലിവർപൂളിന് പോയത്. പക്ഷേ ആ ഒരു പ്രൈസ് ടാഗിൻ്റെ ലെവലിലേക്കുള്ള കളി ലിവർപൂളിന് വേണ്ടിയിട്ട് കളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം സീസൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ഡൗൺവേർഡ് ഇതിലാണ് നിന്നത്. ടുവേർഡ്സ് ദി എൻഡ് കുറച്ചൊന്ന് ബെറ്റർ ആയിട്ടുണ്ട്. അപ്പം ഫ്ലോറിയൻ വേർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ മികച്ച പെർഫോമൻസ് ഈ ഒരു സീസണിൽ കൊണ്ടുവരേണ്ട ഇത് ആവശ്യമുണ്ട്. സോ ഹി നീഡ്സ് ടു സ്റ്റെപ്പ് അപ്പ്. മുസിയാല ഒരു മേജർ ഇഞ്ചുറി കഴിഞ്ഞിട്ട് 6 മാസം പുറത്തിരുന്നു. അതിനുശേഷമാണ് ജനുവരിയിൽ തിരിച്ചു വരുന്നത് ടീമിൽ കളിക്കാൻ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഒരു ടോപ്പ് ഫോമിൽ 100% ടോപ്പ് ഫോമിലേക്ക് എത്തിയിട്ടില്ല. സോ അതൊരു പ്രശ്നമാണ്. ആൻഡ് ലെറോയ് സാനെ ഗാലറ്റാസറയ്ക്ക് വേണ്ടിയിട്ട് കളിക്കുന്നു. ആൻഡ് ഹാവേറ്റ്സും അത്യാവശ്യം കുഴപ്പമില്ലാതെ ആർസനലിന് വേണ്ടിയിട്ട് കപ്പടിച്ച ടീമിലൊരു ഇതാണ്. അപ്പോൾ ഫ്രണ്ട് ലൈൻ അത്യാവശ്യം നല്ല ഇതാണ്. അവർ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയി കഴിഞ്ഞിരുന്നാൽ ഡെഫിനറ്റ്ലി ജർമ്മനിക്ക് ഒരു സാധ്യതയുണ്ട്. ജയിക്കാൻ പറ്റുമോ എന്നുള്ള ലെവലിലേക്ക് ഇല്ലെങ്കിൽ പോലും കുറച്ച് വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് സ്റ്റേജസിലേക്ക് എത്താനൊക്കെ നല്ല രീതിയിലുള്ള സാധ്യതയുള്ള ടീമാണ്. പിന്നെ മിഡിൽ പാവ്ലോവിച്ചും നെമേച്ച ഉണ്ട്. പിന്നെ ബാക്കിൽ നെത്താനിയൽ ബ്രൗൺ, സ്ലോട്ടർ ബാക്ക് ടാ, പിന്നെ കിമിച്ച്. പിന്നെ ഗോൾ കീപ്പറിൽ അവരുടെ ന്യൂയർ. ഇതാണ്. അപ്പോൾ ഇതിനകത്തുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം കിമ്മിച്ച് ആ ബാക്ക് 3 എനിക്ക് ഓക്കെയാണ്. കിമ്മിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ബാക്ക് അല്ല, ഹീസ് ആക്ച്വലി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നമ്പർ 6 ആണ്. അപ്പം ഫുൾ ബാക്ക് ആയിട്ട് കൊണ്ടിടും റൈറ്റ് സൈഡിൽ, അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ പ്രായമായതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. ആൻഡ് ഒരു 1-on-1 സിറ്റുവേഷനൊക്കെ വന്നു കഴിയുമ്പം എതിർ ടീമിൻ്റെ ഒക്കെ വിങ്ങേഴ്സിനെയൊക്കെ ഈസി ആയിട്ട് കിമ്മിച്ചിനെ കടന്ന് പോകാനായിട്ടുള്ള ഒരു ഇതുണ്ട്. സോ ഇതാണ് ഒരു 1-on-1 സിറ്റുവേഷനിലേക്ക് വരുന്നത്. പിന്നെ ഡിഫൻസിൽ സ്ലോട്ടർ ബാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു റിസ്കി പ്ലെയറാണ്. പലപ്പോഴും ഇറാറ്റിക് ആയിട്ടുള്ള ഫൗൾസ് വരുത്തുക,
പിന്നെ പെനൽറ്റിയൊക്കെ വഴങ്ങാനൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ അതാണ് ഇതിനകത്തുള്ള ജർമ്മനിയുടെ കാര്യങ്ങൾ, ടീമിൻ്റെ ഒരു ഇത്. അപ്പം ഈ ഒരു എന്താ പറയുക, ഓഡ്സിൻ്റെ അകത്ത് ഏറ്റവും ലാസ്റ്റിൽ നിൽക്കുന്ന ടീമാണ് ജർമ്മനി. 7 ടീമുകളിൽ 7ാമത്തെ ടീമാണ്. സോ പ്രതീക്ഷകളെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഹെവി പ്രതീക്ഷകളൊന്നുമില്ല. പക്ഷേ അവർ ടീമായിട്ട് ആസ് എ ടീം ദേ ആർ എ ഗുഡ് ടീം. അവർ പെർഫോമൻസ് നല്ല രീതിയിൽ കാഴ്ചവെച്ചിട്ട് ഇഫ് ദേ കുഡ് അപ്പ് ദ ഗെയിം, ഞാൻ പറഞ്ഞ പോലെ ടൂർണമെൻറ്റിൻ്റെ നോക്കൗട്ട് സ്റ്റേജിലേക്കൊക്കെ എത്താൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ് ജർമ്മനി. സോ ജർമ്മൻ ഫാൻസ്, എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എത്തുമോ? വേൾഡ് കപ്പ് ജയിക്കുമോ? അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് ഞാൻ പറഞ്ഞ നോക്കൗട്ട് സ്റ്റേജസിലേക്ക് വരുന്നതാണ് പ്രതീക്ഷ? എന്താണെന്ന് വെച്ചാലും കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് വേൾഡ് കപ്പ് 2026 വിന്നർ പ്രഡിക്ഷൻസിലേക്ക് പോവാം. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഫേവറേറ്റ് ടീം എന്ന് പറഞ്ഞാൽ അർജൻറ്റീനയാണ്. കാരണം എൻ്റെ ഫേവറേറ്റ് പ്ലെയർ മെസ്സി. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് മെസ്സിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് കിട്ടുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടുകൂടി ഞാൻ സ്വീകരിക്കും. പക്ഷേ അത്ര വലിയ ടെൻഷനും കാര്യങ്ങളില്ല. കഴിഞ്ഞ ഇതിൽ വേൾഡ് കപ്പ് അടിച്ചതുകൊണ്ട് അങ്ങനത്തെ ഒരു ടെൻഷൻ ഇല്ലാതെ കാണാം. പിന്നെ പോർച്ചുഗൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ള ഒരു പ്ലെയർ ഒരു വേൾഡ് കപ്പ് എന്താ പറയുക ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡിസേർവ് ചെയ്യുന്നുണ്ട്. സോ പോർച്ചുഗലും കപ്പടിക്കാനായിട്ടുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. മികച്ച ടീം. പിന്നെ നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ് കളിക്കുന്ന ഒരു ടീമാണ്. സോ ബ്രൂണോയ്ക്കും ഒരു കപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഡബിൾ ഹാപ്പിനെസ് കൊണ്ടുവരും എന്നുള്ളതാണ് ആസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് നമുക്കുള്ള പ്രതീക്ഷ. പക്ഷേ ഇത് രണ്ടും എടുത്ത് വെച്ച് കഴിഞ്ഞിരുന്നാൽ, ഇത് മാറ്റി കഴിഞ്ഞിരുന്നാൽ, ഈ ഫിഫ വേൾഡ് കപ്പ് 2026 എൻ്റെ വിന്നർ പ്രഡിക്ഷൻ എന്ന് പറയുന്നതെന്ന് വെച്ച് പറഞ്ഞാൽ ഫ്രാൻസ് ആണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ഫിഫ വേൾഡ് കപ്പ് 2026 വിന്നർ എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് ആണ്. അതിനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. 2 വർഷം തുടർച്ചയായിട്ട് വേൾഡ് കപ്പ് ഫൈനലിലെത്തി. അതിനകത്ത് ഒരു പ്രാവശ്യം അവർ വിന്നറാകുന്നു. പിന്നെ അവരുടെ ടീമിലെ ഒട്ടുമിക്ക പ്ലെയേഴ്സും ടോപ്പ് ഫോമിൽ നിൽക്കുന്നു. ഒരു പ്രോപ്പർ ബാലൻസ്ഡ് ടീം. അങ്ങനെ ഈ എല്ലാ ഫാക്ടേഴ്സും എടുത്തു വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സാധ്യത കൂടുതലുള്ള ടീം ഫ്രാൻസ് തന്നെയാണ്. സോ ഇതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വാട്ട് ഡു യു തിങ്ക്? നിങ്ങളുടെ ഫേവററ്റ് ടീം ആരാണ്? അല്ലെങ്കിൽ ഏറ്റവും കപ്പടിക്കാനായിട്ടുള്ള സാധ്യത ഉള്ള ടീം ഏതാണ് എന്നുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻസ് കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ്സ് സെക്ഷൻ. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ഓൾസോ ഒരു ലൈക്ക് ഈ വീഡിയോയ്ക്ക് തരിക. ഓക്കെ, സോ വേൾഡ് കപ്പിൻ്റെ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ നമുക്ക് റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ആൻഡ് കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.